ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ 6-ാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വായിൽ കുടമെന വരമ്പില പവക്കടലിർപ്പടിന്തങ്കുമിങ്കും നായികട് ഏതനും നട്ടം തിരിയാതനുക്കിരകം നൽകിടുവായി. പായും മിരുകമും പരചും പടർപൊങ്കരവിൻ പരമും ജടയിർ ചായും ചിറുപിറയും ചരണങ്ങളും ചറുവം ചരൺ പുരിവാം. വായിൽ കുടമെന വരമ്പില പവക്കടലിർപ്പടിന്തങ്കുമിങ്കും നായികട് ഏതനും നട്ടം തിരിയാതനുക്കിരകം നൽകിടുവായി. പായും മിരുകമും പരചും പടർപൊങ്കരവിൻ പരമും ചെടയിർ ചായും ചിറുപിറയും ചരണങ്ങളും ചറുവം ചരൺ പുരിവാം. வாய் இல்குடம் என வரம்பில பவக்கடலிற் படிந்து அங்கும் இங்கும் നായികട് ഏതനും നട്ടം തിരിയാത് അനുക്കിരകം നൽകിടുവായി. പായും മിരുകമും പരജും പടർപൊങ്ക് അരവിൻ പടമും ചടയിർ ചായും ചെറുപിറയും ചരണങ്ങളും ചറുവം ചരൺ പുരിവാ. ഇത്തരത്തിൽ ഈ പാടലിലെ പദങ്ങളെ ഇഴപിരിച്ച് ആദ്യമൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. വായിൽ കുടം, വായില്ലാ കുടം, വായ് ഇൽ കുടം എന്ന പോലെ വരമ്പ് ഇല, വരമ്പില എന്ന് പറഞ്ഞാൽ വരമ്പ് ഇല, വരമ്പ് അതിരാണ്, അതിരില്ലാത്ത പവർക്കടലിൽ, ജീവിതക്കടലിൽ, ഭവക്കടലിൽ, പടിന്ത് വീണ്, അങ്കുമിങ്കും അവിടെയും ഇവിടെയും, നായികൻ ഏതനും നായ്ക്കളെ പോലെ, നട്ടം തിരിയാത്, നട്ടം തിരിയാൻ ഇടവരാതെ, അനുക്കിരകം നൽകിടുവായി, അനുഗ്രഹം നൽകുമാറാകണമേ. പായും മിരുകമും, പായുന്ന മാനും, മൃഗം എന്നുള്ളതിനെയാണ് മിരുകം എന്ന് പറഞ്ഞിരിക്കുന്നത്. പായുന്ന മാനും പരച്ചും, പരശു എന്നുള്ളതാണ് ഇവിടെ, പരശും എന്ന് പറയുന്നതും തമിഴിൽ അങ്ങനെയും പറയും, ചും പരചും എന്നും പറയും, പരസും എന്നും പറയും. മഴുവും പടർപൊങ്ക് അരവിൻ പടമും വിരിഞ്ഞു പൊങ്ങിയ പാമ്പിൻ പത്തിയും ചടയിർ ജടയിൽ ചായും ചിറുപിറയും ചാഞ്ഞു നിൽക്കുന്ന ചന്ദ്രക്കലയും ചരണങ്ങളും പാദങ്ങളും സർവതും ചരൺ പുരിവാം ശരണമായി ഭവിക്കുമാറാകണമേ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. കടലിൽ പെട്ടുപോയ വായില്ലാ കുടം പോലെ അതിരുകളില്ലാത്ത ഭവസാഗരത്തിൽ അഥവാ ജീവിതക്കടലിൽ വീണ് അങ്ങുമിങ്ങും ചുറ്റിത്തിരിയുന്ന നായ്ക്കളെപ്പോലെ നട്ടം തിരിയാതിരിക്കുന്നതിനായി അനുഗ്രഹം നൽകുമാറാകണമേ. ഓടുന്ന മാനും മഴുവും പത്തി വിരിച്ചാടുന്ന പാമ്പുകളും ജടയിൽ ചരിഞ്ഞു വിലസുന്ന ചന്ദ്രക്കലയും നിന്റെ കേശാദിപാദം മുഴുവൻ എനിക്ക് ശരണമായി ഭവിക്കുമാറാകണമേ. വായില്ലാ കുടം കടലിൽ അകപ്പെട്ടു പോയാൽ അത് പന്തുപോലെ പൊങ്ങിക്കിടക്കും. തിരമാലകളുടെ ദിശയും ഗതിവേഗവും അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അഴിമുഖത്ത് പതിക്കുന്ന നദികളെപ്പോലെ സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്ന്
സമുദ്രമായി മാറാൻ വായില്ലാക്കുടത്തിന് സാധ്യമല്ല. സമുദ്രബന്ധം ഇല്ലാതെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. ജീവിതക്കടലിൽ മറുകര കാണാതെ കൈകാലടിച്ച് നട്ടം തിരിയുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ കരകാണാക്കടലിൽ ചുറ്റിത്തിരിയുന്ന വായില്ലാക്കുടത്തിൻ്റെ അവസ്ഥയോടാണ് ഗുരുദേവൻ ഉപമിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ജന്മം വരിക്കുന്ന ഓരോ മനുഷ്യനും ജീവിതക്കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നീന്തി കരപറ്റുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ജീവിതം. അതിജീവനം എന്ന് നാം പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ആ ദൗത്യത്തെയാണ്. അതിജീവനം ഒരു കലയാണ്. നിരന്തരമായ പരിശ്രമവും അനുശീലനവും കൂടാതെ ഒരു കലയും പരിപോഷിപ്പിക്കപ്പെടുകയില്ല. ജീവിതസാഗരം നീന്തിക്കടക്കാൻ അവലംബിക്കാവുന്ന ഫലപ്രദമായൊരു മാതൃക ഗുരുദേവൻ ദൈവദശകത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻപദം എന്ന വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതമാണ് ആ മാതൃക. ദൈവം, അതായത് ജ്ഞാനസ്വരൂപനായ ദൈവം, ആ ദൈവം തന്നെ കപ്പിത്താനായി വർത്തിക്കുന്ന ദൈവമാകുന്ന കപ്പലിൽ വിശ്വാസപൂർവം യാത്ര ചെയ്താൽ ആ യാത്ര സുഗമമായി ഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഉപദേശത്തിൻ്റെ പൊരുൾ. നായികർ ഏതനും നട്ടം തിരിയാതനുക്കിരകം നൽകിടുവായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത്. നായ്ക്കളെ സ്വതന്ത്രരായി വിട്ടാൽ അവ ലക്ഷ്യമില്ലാതെ ചുറ്റിക്കറങ്ങും. പോകുന്ന പോക്കിൽ മയിൽക്കുറ്റികളിലും മരക്കുറ്റികളിലുമൊക്കെ മൂത്രമൊഴിച്ചുകൊണ്ടായിരിക്കും അവയുടെ യാത്ര. വഴി തെറ്റാതെ പുറപ്പെട്ടിടത്തു തന്നെ തിരിച്ചെത്താനുള്ള വിദ്യയാണിത്. എത്ര ദൂരം ചുറ്റിക്കറങ്ങിയാലും പോയ വഴിയെ തന്നെ മടങ്ങി വരാൻ ഈ വിദ്യ നായ്ക്കളെ സഹായിക്കുന്നു. സൈദ്ധാന്തികമായ പല കണ്ടെത്തലുകളും നടത്താൻ ഈ ദൃഷ്ടാന്തം പ്രയോജനപ്പെടുത്താവുന്നതാണെങ്കിൽ ലക്ഷ്യമില്ലാത്ത വെറും യാത്രയാണ് നായ്ക്കളുടെ യാത്രകൾ. മനുഷ്യൻ്റെ ജീവിതയാത്രകൾ അതുപോലെ ആയിക്കൂടാ. ലക്ഷ്യം കാണാതെയുള്ള മടക്കയാത്രകൾ പാടില്ലാത്തതാ. ശിവസായുജ്യമായിരുന്നു ഗുരുദേവൻ്റെ ജീവിത ലക്ഷ്യം. ശിവതത്വപ്പൊരുളിൽ വിലയം പ്രാപിച്ച് ശൈവധർമ്മ നിർവഹണ പ്രക്രിയയിൽ ഭാഗഭാക്കായി തീരാൻ ഗുരുവിന് സാധിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയിലൂടെ സമാരംഭം കുറിക്കപ്പെട്ട ഗുരുവിൻ്റെ കർമ്മയോഗ സാധന കളവങ്കോടത്തെ ദർപ്പണപ്രതിഷ്ഠയിൽ ചെന്ന് കലാശിച്ചപ്പോഴേക്കും സൃഷ്ടിന്മുഖ സംഹാരാധിഷ്ഠിതമായൊരു മൂല്യനവീകരണ പ്രക്രിയയുടെ വിജയഭേരിയാണ് ലോകം ശ്രവിച്ചത്. അറിവാകുന്ന കപ്പിത്താൻ നയിച്ച അറിവാകുന്ന കപ്പലിൽ യാത്ര ചെയ്ത വലിയൊരു ജനസമൂഹം ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു. ശിവന്റെ ഒരു കൈയിൽ മഴുവും മറുഭാഗത്തായി പായുന്ന മാനും സ്ഥിതി ചെയ്യുന്നതായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. നിഷ്ഠൂരവും സൃഷ്ടിന്മുഖ അല്ലാത്തതുമായ സംഹാരശക്തികളിൽ നിന്ന് പാഞ്ഞകലുന്ന മാൻ അതിജീവന മികവിൻ്റെ പ്രതീക മാതൃകയാണ്. ശിവന്റെ കയ്യിലെ മഴു അധാർമിക നിഷ്ഠൂരതകൾക്കെതിരെയുള്ള താക്കീതിൻ്റെ പ്രതീകമാണ്. ശിവന്റെ തിരുജടയിൽ ചെരിഞ്ഞ നിലയിൽ ഉറപ്പിക്കപ്പെട്ട ചന്ദ്രക്കല നൈസർഗികമായ വൃദ്ധിക്ഷയങ്ങളുടെ പ്രതീകബിംബമാണ്. പത്തി വിരിച്ചാടുന്ന സർപ്പം കാലരൗദ്രത്തെ അടയാളപ്പെടുത്തുന്ന കാവ്യബിംബവും. സൃഷ്ടിന്മുഖ സംഹാരാധിഷ്ഠിത ശൈവധർമ്മം ആത്യന്തികമായി മംഗളാത്മകമാകുന്നു എന്നാണ് ഈ ബിംബകൽപ്പനകൾ ഉദ്ഘോഷിക്കുന്നത്. സംഹാരഭാവമാർന്ന ശിവന്റെ പാദസ്മരണയോടുകൂടി ധ്യാനമന്ത്ര സ്വഭാവമുള്ള ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. അപസ്മാരമൂർത്തിയുടെ മുകളിൽ നിന്നുകൊണ്ട് സംഹാര നടനമാടുന്ന ശൈവഭാവമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശിവന്റെ കാലടികളിൽ ഞെരിഞ്ഞമരുന്ന അപസ്മാരമൂർത്തി
ശൈവസംഹാരത്തിലെ മംഗളാത്മകതയ്ക്കു വേണ്ടി ഞെരിച്ചമർത്തപ്പെടുന്ന ദുഷ്ടശക്തികളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ശിവന്റെ കേശാദിപാദം താത്വികമായി മനനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ധ്യാനമന്ത്രമാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.